കഹ്ഫ് 18ാമത്തെ സൂറത്ത്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 24 ആയത്തുകൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 25, 26 ആയത്തുകളാണ്. ആദ്യം ഒന്ന് പാരായണം ചെയ്യാം, ശേഷം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ തിസ്ആ. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് അബ്സിർ ബിഹി വ അസ്മിഉ മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രിക് ഫീ ഹുക്മിഹി അഹദാ. ഇവിടെ 25, 26 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ് വലാ തഖൂലന്ന ലി ഷൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ. നാളെ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ് എന്ന് ചേർക്കാതെ നീ പറയരുത് എന്ന ഗൗരവതരമായ ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൻ്റെ ഇടയിൽ നൽകിയതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ഗുഹാവാസികളുടെ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇത് വന്നത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ വിശ്വാസികളായ ആളുകൾ, ജൂതന്മാരായ ആളുകൾ വന്ന് ചോദിച്ചല്ലോ ഇവരുടെ കാര്യത്തെക്കുറിച്ച്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ പ്രത്യേകം പറഞ്ഞില്ല എന്നതാണ് ഒരു കാരണം എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തത്, ഒന്ന്, വളരെ സുപ്രധാനമായ ഒരു ഉപദേശം എന്ന നിലക്ക് ഇതിൻ്റെ ഇടയിൽ അത് കൊണ്ടുവന്നു എന്നും അല്ലാഹു അഅലം. എന്താവട്ടെ, ഇനി തുടർന്ന് പറയുന്നത് ആ ഗുഹാവാസികളുടെ കഥ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അവരെക്കുറിച്ച് നീ ഒരാളോടും ഒരു ഫത്വയും ചോദിക്കേണ്ട എന്നാണ്. അതായത് ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾ ആരാണ്? ജൂത ക്രിസ്ത്യാനികളാണ്, വേദക്കാരാണ്. അപ്പോൾ അവരോട് നീ ചോദിച്ച് മനസ്സിലാക്കേണ്ടതില്ല. നിനക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു തന്നെ പറഞ്ഞു തരും എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയേണ്ട അടിസ്ഥാന കാര്യങ്ങളെ അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ്. അതിലാദ്യം പറയുന്നത് എത്ര കാലമാണ് ആ ഗുഹയിൽ അവർ താമസിച്ചത് എന്നതാണ് ഒന്നാമത് പറയുന്നത് 25ാമത്തെ ആയത്തിൽ. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ തിസ്ആ. വലബിസൂ ഫീ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ അവരെന്ത് ചെയ്തു? കഴിച്ചു കൂട്ടി. അവരുടെ ഗുഹയിൽ അവരെന്ത് ചെയ്തു? താമസിച്ചു. ലബിസ, താമസിച്ചു. ലബിസൂ, അവർ താമസിച്ചു. 300 സിനീന, എത്ര? 300 വർഷം. 3 100 100ആണ്. 300 300. സിനീൻ, സനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സിനീൻ, വർഷങ്ങൾ. 300 വർഷങ്ങൾ അവരതിൽ താമസിച്ചു. വസ്ദാദൂ തിസ്ആ. വസ്ദാദു ഇസ്ദാദ. വസ്ദാദു, അവർ കൂടുതലെടുത്തു. 300ൽ കൂടുതലായിട്ട് അവരെടുത്തു. എത്ര? തിസ്അൻ, 9 വർഷം. അപ്പോൾ 300ഉം അധികമെടുത്ത 9 വർഷവും 309 വർഷം. അപ്പോൾ 309 എന്ന് നേർക്ക് നേരെ പറയാതെ 300ഉം 9 വർഷം അധികവും എടുത്തു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെയുള്ള പ്രയോഗത്തിൻ്റെ രൂപം 309 എന്ന് പറയാതെ 300 സിനീന വസ്ദാദൂ തിസ്ആ. ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു, 9 കൊല്ലം അവർ അധികമെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇതിന് ഖുർആനിലെ വ്യാഖ്യാതാക്കൾ പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒരാശയം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സൗരവർഷം, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മാസം എന്ന് നമ്മൾ പറയുന്ന സൗരവർഷം, അതേപോലെ തന്നെ ചന്ദ്രവർഷം,
ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് സൗരവർഷം കുറച്ച് അധികമാണ്, ചന്ദ്രവർഷം കുറച്ച് കുറവാണ്. അപ്പോൾ സൗരവർഷം 300 ആണെങ്കിൽ ചന്ദ്രവർഷം എത്ര വരും? 309 വരും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏകദേശം 11 ദിവസത്തെ വ്യത്യാസമാണ് എന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ വരിക. ഒരു വർഷത്തിൽ 11 ദിവസത്തെ വ്യത്യാസം വരും. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ 100 വർഷം ആകുമ്പോൾ 103 വർഷം വരും. 100 വർഷം എന്ത് ചെയ്യാണ്, സൗരവർഷം വരുമ്പോൾ 103 വർഷം വരും ചന്ദ്രവർഷം. അപ്പോൾ 300 ആകുമ്പോഴോ, 100 ആകുമ്പോൾ 103 ആണെങ്കിൽ 300 ആകുമ്പോൾ 109 ആകും, 200 ആകുമ്പോൾ 6 ആകും, 300 ആകുമ്പോൾ 9 ആകും. അതാണ് ഇവിടെ പറഞ്ഞ ഒരു ആശയം എന്ന് പറയുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അത്ഭുതം തോന്നും. അള്ളാഹു അത്ര സൂക്ഷ്മമായിട്ട് 2 വർഷത്തെയും കണക്കാക്കി പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കതിലൊരു കണക്കിൻ്റെ അത്ഭുതം നമുക്കതിൽ ദർശിക്കാൻ കഴിയും. പക്ഷേ ഇതിനെ എല്ലാ ആളുകളും, ഈ മുഫസ്സിരീങ്ങളും ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ സിദ്ദി ഹസൻ ഖാൻ റഹിമഹുള്ളയാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഫഇന്നഹു ലാ യുംകിനു അൻ നഷ്ഹദ അലല്ലാഹി ബഅന്നഹു അറാദ ഹാദ. അള്ളാഹു ഇങ്ങനെ സൗരവർഷവും ചന്ദ്രവർഷവും പറയാൻ വേണ്ടിയിട്ടാണ് വസ്ദാദു തിസ്ആ എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ എങ്ങനെ പറയും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച്? ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് ശരിയായിരിക്കാം, പക്ഷെ അള്ളാഹു അതാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ 309 എന്ന് പറയുവാനുള്ള ഒരു വാചകപരമായ ഒരു വ്യത്യസ്തത എന്നതിൽ കവിഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ 309 ആവാതിരിക്കില്ലല്ലോ. രണ്ടാമത്തെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു എപ്പോഴും മാസങ്ങളെ കണക്കാക്കി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചന്ദ്രവർഷത്തെ, ചന്ദ്രപ്പിറവിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹുവല്ലദീ ജഅല ശംസ ദിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയണത് അള്ളാഹു കണക്കാക്കുന്നത് എപ്പോഴും ചന്ദ്രവർഷത്തെ ഊന്നിയിട്ടാണ്. അപ്പോൾ ചന്ദ്രവർഷത്തിൽ തന്നെ 300, 309 എന്നതായിരിക്കും ശരി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഉദ്ദേശിച്ചു എന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ മേൽ പറയാതിരിക്കലല്ലേ സൂക്ഷ്മത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കത് ശരിയായി തോന്നുന്നു. എന്നാൽ ഇവിടെ 300ഉം 309ഉം തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ ആ കണക്കിൻ്റെ സാധ്യത വെച്ചുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്നും ചിന്തിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഉദ്ദേശിക്കപ്പെടുന്നത് ചന്ദ്രവർഷമാണെങ്കിൽ, സ്വാഭാവികമായി 309 ചന്ദ്രവർഷമാണെങ്കിൽ അതെങ്കിൽ എന്താണ് ഒരിക്കലും നമുക്ക് സൗരവർഷത്തിൽ 309 പറയാൻ കഴിയൂല എന്നതാണല്ലോ വസ്തുത, തികയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. അതുകൊണ്ട് നമ്മളത് അത്ര ഉറപ്പിച്ച് പറയാനോ ആ വ്യാഖ്യാനം തന്നെയാണ് ശരിയെന്ന് പറയാനോ നമ്മൾ പോകുന്നില്ല. പക്ഷേ എല്ലാ മുഫസ്സിരീങ്ങളും ആ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നതിലുള്ള വിയോജിപ്പും ചില ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ തിസ്ആ. വലബിസൂ ഫീ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ അവർ താമസിച്ചു. 300 സിനീന, 300 വർഷം. വസ്ദാദു, അവർ അധികമെടുക്കുകയും ചെയ്തു. തിസ്അൻ, 9 വർഷം, 9 കൊല്ലം അവർ കൂടുതലെടുത്തു എന്നാണ്. ഇനി നമുക്ക് 26 നോക്കാം. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു, ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു. അവർ താമസിച്ചതിനെ പറ്റി ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണെന്ന്. അപ്പോൾ അള്ളാഹു പറയുന്നതാണ് കൃത്യമാകുക. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ ഈ താമസ ദൈർഘ്യത്തെക്കുറിച്ച്. എന്തായിരുന്നാലും ഇത്രയും കാലം ഒരാൾ ജീവിക്കൂലല്ലോ അന്നത്തെ കാലത്ത്. 309 വർഷം എന്തായാലും ഒരാൾ ജീവിക്കൂലല്ലോ. അപ്പോൾ ഒരാൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂലല്ലോ, ഇത് 309 കൊല്ലാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇനി തലമുറകളോട് പറഞ്ഞാൽ പോലും അതിൻ്റെ കണിശമായ കൃത്യത കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനില്ലല്ലോ. എന്തെന്നും ജീവിച്ചിരിക്കുന്ന ആദിയും അന്ത്യവുമില്ലാത്ത അള്ളാഹുവിന് ഏതും കണക്കാക്കാൻ പറ്റും. പ്രപഞ്ചം എന്തുണ്ടായി, എന്തവസാനിക്കും,
ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയുന്ന ത്രികാലജ്ഞാനിയായ അള്ളാഹുവിനെ എല്ലാം അറിയും. അപ്പോൾ വളരെ കൃത്യമായി ഇവരെത്ര കൊല്ലം അവിടെ ഉറങ്ങി എന്ന് വളരെ കൃത്യമായി പറയാൻ അള്ളാഹുവിന് പറ്റും. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് അവന് അദൃശ്യ കാര്യങ്ങൾ അറിയും എന്നുള്ളതാണ്. അവന് അദൃശ്യ കാര്യങ്ങൾ അറിയും. അള്ളാഹുവിന് അദൃശ്യ കാര്യങ്ങൾ അറിയും. ലഹു ഗൈബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനം അവനുള്ളതാണെന്നാണ്. വമാ തഹ്ത സറ, ഭൂമിക്കടിയിലുള്ളത് അവനറിയും. അതിവിശാലമായ ആകാശ ലോകങ്ങളിലുള്ളത് അവനറിയും. ഇന്നും ഭൂമിയല്ലാത്ത ഏതെങ്കിലും ഗോളങ്ങളിൽ ജീവൻ്റെ ചലനങ്ങളുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യന് പറയുവാനുള്ള ഒരു പരിമിതി നമ്മൾ ഈ പ്രപഞ്ചത്തിനകത്താണ് എന്നുള്ളതാണ്. നമ്മൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറയണമെങ്കിൽ തന്നെ എന്ത് വേണം? ഈ പ്രപഞ്ചത്തിൻ്റെ പുറത്തു പോകണ്ടേ? ഈ പ്രപഞ്ചത്തിൻ്റെ പുറത്തു പോകാതെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ അറിയാം? അപ്പോൾ മനുഷ്യൻ്റെ അറിവിനും ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വളരെ പരിമിതികളുണ്ട്. എന്നാൽ ഈ ആകാശഭൂമികളുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ അദൃശ്യങ്ങളും അറിയുന്ന അള്ളാഹുവിന് കൃത്യമായി പറയാൻ പറ്റും. അസ്ഹാബുൽ കഹ്ഫ് എത്ര കാലം ഉറങ്ങി എന്നുള്ളത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എന്തു കാര്യങ്ങളും സൂക്ഷ്മമായി പറയാൻ അള്ളാഹുവിന് പറ്റും. ഇപ്പോൾ സാധാരണ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമാണ് എന്തെന്നറിയോ? നമ്മളിപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ അള്ളാഹുവിന് അറിയുമെന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാലോ? ഇപ്പം നമ്മളിൽ ഓരോരുത്തരും നാളെ പരലോകത്ത് സ്വർഗത്തിലായിരിക്കോ നരകത്തിലായിരിക്കോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ച നാമഗുണവിശേഷണങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിലൊരു അപൂർണതല്ലേ? അള്ളാഹുവിനറിയാത്തതൊന്നും ഉണ്ടാവാൻ പാടില്ല. സമ്പൂർണ്ണമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ്, ത്രികാലജ്ഞാനിയാണ്. അപ്പം അള്ളാഹുവിനെ അറിയും. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരലോകത്ത് സ്വർഗത്തിലാകുമോ നരകത്തിലാകുമോ എന്ന് അള്ളാഹുവിന് അറിയും എന്നത് നമ്മുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും? അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സ്വർഗത്തുക്കും നരകത്തുക്കും നമ്മുടെ അധ്വാനം പ്രകാരം പോകും. അറിയും എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ആ എല്ലാ കാര്യങ്ങളും അറിയുന്ന ത്രികാലജ്ഞാനിയായ അള്ളാഹുവിൻ്റെ അറിവിന് സമാനമായ അറിവ് ആർക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സങ്കല്പിക്കാൻ തന്നെ പറ്റൂല. നമ്മുടെ സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കും അതീതമാണ്. ഏത് കഴിഞ്ഞ കാലത്തെ പോലെ ഭാവി കാലത്തെ അറിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അറിയും എന്ന് പറയാതിരിക്കാൻ പറ്റും. അള്ളാഹു അറിയുമല്ലോ. അള്ളാഹു അറിയുന്നത് നമ്മളെ ഒരിക്കലും സ്വാതന്ത്ര്യത്തെ ബാധിക്കില്ല. ഒമയാമൽ വിസ്കാര തരത്തിൽ ഹൈറൻ ചേരാ, അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവിടെ കാണും, തിന്മ ചെയ്താൽ അവിടെ കാണും. ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്. നമ്മളതിൽ ആശയക്കുഴപ്പത്തിലാവേണ്ട കാര്യമല്ല. അള്ളാഹുവിൻ്റെ വാഗ്ദത്വം അവൻ ശരിയായി പാലിക്കും. അപ്പോൾ അള്ളാഹുവിന് അദൃശ്യജ്ഞാനങ്ങൾ അറിയും ആകാശഭൂമികളിലേത് എന്ന് പറയുന്നത് വലിയ. അതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഉപകാരം എന്താ അറിയും? മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഭക്തി ഉണ്ടാക്കുന്ന കാര്യം. ഒരു കപട ലോകമാണല്ലോ. എല്ലാ മനുഷ്യൻ കൃത്രിമമായി ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ വീടുകളിലൊക്കെ ആയമാരെയും അങ്ങനത്തെ ആളുകളെയൊക്കെ കുട്ടികളെയും വയസ്സായവരൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും? മക്കളോ ഉദ്യോഗസ്ഥരൊക്കെ ആയ ആളുകൾ പുറത്തു പോകും. അപ്പോൾ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ സമയത്ത് എന്താണെന്ന് വിചാരിച്ചാൽ അപൂർവം, ഇതൊന്നും സ്ഥിരമല്ല, ഈ ബോധമില്ലാതെ കിടക്കുന്ന അല്ലെങ്കിൽ പ്രായമായി ബുദ്ധി നഷ്ടപ്പെട്ടു പോയ പ്രായമായ ആൾക്കാർ, അതേപോലെ തന്നെ ചിന്താശേഷിയുള്ള ചില കുട്ടികൾ, ഇവരൊക്കെ നോക്കുന്നതിൻ്റെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്ത് ചെയ്യുക? എന്തെങ്കിലും ചെറിയ മയക്കം കൊടുത്ത് ഉറക്കിക്കളയുക. എന്നാൽ പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട, അവരെ പരിചരിക്കേണ്ട. അതേപോലെ തന്നെ പ്രായമായ ആൾക്കാരെ മർദ്ദിക്കുക, അവരെ നോക്കാതിരിക്കുക. ഇതൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അറിയോ? ഇതൊക്കെ ഇപ്പോൾ ഈ പുറത്ത് പോയ, അതായത് തങ്ങളെ ശമ്പളം തന്ന് കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച ഈ ആയക്ക് ശമ്പളം കൊടുക്കുന്ന ആൾ ഇതൊന്നും കാണില്ലല്ലോ. അവർ വരുമ്പോഴേക്കിനൊക്കെ റെഡിയാക്കിയിട്ട് ആണ്ട് ശരിയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവിടെ എന്താണ്? തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഇവരറിയാതിരുന്നാൽ മതി. എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ നേർക്ക് നേരെ കാണുന്ന പടച്ച തമ്പുരാൻ എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കും?
ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ കുട്ടികൾക്ക് എന്ത് പറ്റും, എൻ്റെ ഭർത്താവിന് എന്ത് പറ്റും, എൻ്റെ ഭാവിയിൽ എന്താവും, എനിക്ക് വയസ്സായാൽ എന്താവും, ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ എന്താ അറിയോ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന എല്ലാ അദൃശ്യങ്ങളെയും കാണുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പേടി വേണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുന്ന ആളുകൾ, അതൊരു വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണത്. അപ്പോൾ അള്ളാഹുവിന് അദൃശ്യജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഇവരുടെ കൃത്യമായ താമസിച്ച ഡേറ്റ് പറയാൻ അള്ളാഹുവിന് പറ്റും. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് അബ്സിർ ബിഹി വ അസ്മിഅ് അബ്സിർ ബിഹി വ അസ്മിഅ് അബ്സിർ. ഏറ്റവും അറിയുന്നവനാണ് അള്ളാഹു, ഏറ്റവും അധികം കാഴ്ചയുള്ളവൻ. അബ്സിർ ബിഹി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കാഴ്ചയുള്ളവൻ. അള്ളാഹു അത്രേ ഏറ്റവും അധികം കാഴ്ചയുള്ളവൻ. വ അസ്മിഅ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കേൾവിയുള്ളവൻ. അള്ളാഹുവിൻ്റെ കാഴ്ചക്കും അള്ളാഹുവിൻ്റെ കേൾവിക്കും പരിമിതികളില്ല സുഹൃത്തുക്കളെ, ഒരു പരിമിതികളുമില്ല. കടലിൻ്റെ ഉള്ളും ഭൂമിക്കടിയിലും ആകാശവും എല്ലാം അവൻ കാണും. കാണാത്തതൊന്നുമില്ല. ആ കാഴ്ചയെ നമ്മൾ എങ്ങനെ വിലയിരുത്തും? അതിസൂക്ഷ്മമായ ജീവികളെയും ഇരുട്ടിനുള്ളിലും വെളിച്ചത്തിലും എല്ലാറ്റിനെയും കാണുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നിന്നൊന്നും അറിയുന്നില്ല. ചില വിശ്വാസ വ്യതിയാനം സംഭവിച്ച ആൾക്കാർ പറഞ്ഞു അള്ളാഹുവിന് മൊത്തം ഒരു കാഴ്ചയേ ഉള്ളൂ. തെറ്റാണത്. ഓരോന്നും അതിസൂക്ഷ്മമായി അള്ളാഹു കാണും. നമ്മൾ ഒന്ന് കാണുമ്പോൾ വേറൊന്ന് കാണൂലല്ലോ. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു സദാസമയവും. വാസ്മ്യ കേൾക്കുന്നു. നമ്മൾക്ക് എന്ത് കേൾക്കാൻ പറ്റും? ഇവിടെയല്ലേ എല്ലാ ശബ്ദങ്ങളും കൂടി നമ്മൾ കേൾക്കണം. നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. മനസ്സിലായി? ഇവിടുത്തെ അതിഘോരമായ പല ശബ്ദങ്ങളും പല കാര്യങ്ങളും നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിൻ്റെ അട്ടഹാസങ്ങൾ മനുഷ്യൻ കേൾക്കണില്ല. കേൾക്കുകയാണെങ്കിൽ അവൻ ബോധരഹിതനായിട്ട് വീഴും. പക്ഷേ ഇവിടെ തന്നെയുള്ള മറ്റ് ഭൗതിക ജീവികൾ, മറ്റുള്ള ജീവികൾ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ചില ശബ്ദവീജികളെ അള്ളാഹു നമ്മളെ കേൾക്കാതാക്കിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു ആകട്ടെ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു അവൻ. അതാണ് അബ്സിർ ബിഹി വ അസ്മിഅ്. ഏറ്റവും നന്നായി കേൾക്കുന്നവൻ, ഏറ്റവും നന്നായി കാണുന്നവൻ. അള്ളാഹു എല്ലാം കാണും, എല്ലാം കേൾക്കും എന്നിട്ട് നമുക്കൊരു സമാധാനം നൽകുന്നൊരു ആശയം കൂടെയാണ് പടച്ചോൻ കാണേണ്ടത്. നമ്മൾ ഉപദ്രവിക്കിട്ട് പടച്ചോൻ കാണുന്നുണ്ട്. നമ്മൾ അന്യായമായി കുറ്റപ്പെടുത്തുന്ന അള്ളാഹു കാണുന്നുണ്ട്. നാം അനുഭവിക്കുന്ന അനീതികൾ അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു എനിക്കൊരു പരിഹാരമുണ്ടാക്കി തരും എന്നുള്ളത് വല്ലാത്തൊരു സമാധാനമാണ്. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യ മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യ. അവനല്ലാതെ അവർക്ക് ഒരു രക്ഷകനുമില്ല. അവനല്ലാതെ അവർക്ക് ഒരു രക്ഷകനുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നമ്മളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നവൻ. സുഹൃത്തുക്കൾ, അള്ളാഹു രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ ആര് തടസ്സപ്പെടുത്തിയാലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഒന്നും പറ്റില്ല. അള്ളാഹു രക്ഷപ്പെടുത്താൻ എന്താ? ഹുവല്ലദീ തവല്ല അസ്ഹാബുൽ കഹ്ഫ്. ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു ഏറ്റെടുത്തില്ലേ. ഇവിടെ ചിന്തിച്ച് നോക്കും നിങ്ങൾ, ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവർക്കൊരു അന്യനാട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ അടുക്കൽ ഹിജറയായിട്ടോ, പണ്ട് തായിഫൊക്കെ ഒപ്പർക്കോ പോയില്ലേ, നജാഷിൻ്റെ അടുക്കലൊക്കെ പോയില്ലേ, എന്ന പോലെ ഒരു പോക്കോ ഒന്നുമല്ലല്ലോ. അതായത് വേറൊരാളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല അവരെ. അള്ളാഹു നേരിട്ട് അവരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് അസാധാരണമായൊരു സംരക്ഷണമാണ് അവർക്ക് നൽകിയത്. സംരക്ഷണത്തിന് പല വഴികളുമില്ലേ. അവർ മറ്റൊരു നാട്ടിലേക്ക് വിടാം, പല സാഹചര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അതൊന്നുമല്ല അള്ളാഹു ചെയ്തത്. ഒരാളെയും വലം യകിൽഹും ഇലാ അഹദി മിനൽ ഖൽഖ്, ആർക്കും ഏൽപ്പിച്ചു കൊടുത്തില്ല. അള്ളാഹു നേർക്ക് നേരെ അവരെ ഉറക്കി 309 വർഷം അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു കനിവാണ്, അള്ളാഹുവിൻ്റെ ഒരു ലുത്ഫ്, അള്ളാഹുവിൻ്റെ കനിവ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സ്നേഹവും കനിവുമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റും. ഈ അള്ളാഹു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവൻ എത്ര ശക്തനും എത്ര കഴിവും പ്രാപ്തിയും കാരുണ്യവും ഉള്ളവനാണോ
ഏറ്റെടുക്കപ്പെടുന്നവർക്ക് അത്ര കണ്ട് സംരക്ഷണം ലഭിക്കും. അപ്പോൾ ആരാ അള്ളാഹു? അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ലദീ യതവല്ലാ തദ്ബീറ ജമീഅൽ കൗൻ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സംരക്ഷണം ഏറ്റെടുത്തവനാണ് അള്ളാഹു. അപ്പോൾ ഈ പ്രപഞ്ചം എത്ര സുന്ദരമായി എത്ര വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ അള്ളാഹുവാണ് ആരെ? അസ്ഹാബുൽ കഹ്ഫിനെ ഏറ്റെടുത്തത്. ആ അള്ളാഹുവാണ് നമ്മുടെ രക്ഷകൻ. അൽ വലി ലി ഇബാദിഹി അൽ മുഅ്മിനീൻ. നാം പ്രത്യേകം മനസ്സിലാക്കണം, വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക സംരക്ഷണമുണ്ട്. വിശ്വാസം സ്വീകരിച്ച് അവന് കീഴ്പ്പെട്ടവർക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ, പ്രത്യേക സംരക്ഷണം അള്ളാഹു നൽകും. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അവൻ സംരക്ഷിക്കുന്നു, പക്ഷേ വിശ്വാസികളെ പ്രത്യേകമായിട്ട് അവൻ സംരക്ഷിക്കും. ആ സംരക്ഷണം ഏതൊക്കെ രൂപത്തിലാണ്? നമ്മുടെ ഭൗതികമായ രക്ഷയാവാം, ഭക്ഷണമാകാം, ഒക്കെ ആകാം. അതിലുപരി എന്താണ്? യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്നും അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. വയുയസ്സിറുഹും ലിൽ യുസ്ര, ഏറ്റവും സൗകര്യമുള്ളതിലേക്ക് എളുപ്പമെത്തിക്കും. എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ വ്യവസായം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് അള്ളാഹുവിനെ ആശ്വാസകരമാക്കി തന്നുകൂടെ? അതിന് അള്ളാഹുവിന് പറ്റും. അവനാണ് വലിയ. വയുജന്നിബുഹുമുൽ ഉസ്ര, പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് അകറ്റാനൊക്കെ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യ, അവർക്കില്ല അവനെ കൂടാതെ ഒരു രക്ഷകൻ. അതാ മനസ്സിലാക്കേണ്ടത്. അവന് ആ അള്ളാഹുവിന് പുറമെ മറ്റൊരു രക്ഷകൻ ഇല്ലാന്ന് പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആർക്കെങ്കിലും പറ്റൂല. അപ്പോൾ ആത്യന്തികമായി രക്ഷ ആരിൽ തന്നെയാണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹുവിന് മറികടക്കാൻ ആർക്കും പറ്റാത്തത് കൊണ്ട് ആത്യന്തികമായ രക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെയാണ് എന്നർത്ഥം. അബ്സിർ ബിഹി വഅസ്മി മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യ, ഒരു രക്ഷകനും തന്നെ അവന് പുറമെയില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ആരെയും അവൻ പങ്കു ചേർക്കുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ എന്തൊക്കെ വിശേഷണങ്ങളും ഗുണങ്ങളും അധികാരങ്ങളുമുണ്ടോ അതിൽ പങ്കാളിയാവാൻ മറ്റൊരാൾക്കും സാധ്യമല്ലാത്ത ഏകനായിട്ടുള്ളവനാകുന്നു അള്ളാഹു എന്നർത്ഥം. നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ഏത്? അസ്ഹാബുൽ കഹ്ഫിന് അള്ളാഹു നൽകിയ ആ സംരക്ഷണം. ആ സംരക്ഷണം എത്രമാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കനിവിനെയും കാരുണ്യത്തെയും യുക്തിയെയൊക്കെ മനസ്സിലാവുന്നുണ്ടോ, ആ അള്ളാഹുവിൻ്റെ സംരക്ഷണം വിശ്വാസികളായ നമുക്ക് പ്രതീക്ഷിക്കാം. അനാവശ്യമായ ബേജാറുകളും ആശങ്കകളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തൽക്കാലം മാറ്റിവെക്കുക. ഒരു നാട്ടിൽ താമസിക്കുന്ന രാജ്യത്തെ മുഴുവൻ ആളുകളും തങ്ങൾക്ക് എതിരായപ്പോൾ അള്ളാഹു അസാധാരണമായൊരു സംരക്ഷണം അസ്ഹാബുൽ കഹ്ഫിന് നൽകിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ അള്ളാഹു ഇന്നും ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ നമുക്ക് സംരക്ഷണം തരും. അവന് പുറമെ ഒരു സംരക്ഷകനും നമുക്കില്ല എന്ന ഉറച്ച വിശ്വാസവും ബോധവും നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു സമാധാനവും ആശ്വാസവും ലഭിക്കും. എല്ലാം അവൻ കാണും, എല്ലാം അവൻ അറിയും, ആകാശഭൂമിയുടെ എല്ലാ അദൃശ്യവും അവനുള്ളതാണ് എന്നൊക്കെ അറിയുമ്പോഴും പറയുമ്പോഴും എന്തൊരാശ്വാസവും സമാധാനവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വട്ടോടെ ഓതി നോക്കാം. വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്താദൂ തിസ്അ ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർള് അബ്സിർ ബിഹി വഅസ്മിഉ മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. 25, 26 ആയത്തുകളാണ് നമ്മൾ കൃത്യമായി ഓതി മനസ്സിലാക്കി പഠിച്ച് ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അള്ളാഹു ഈ ക്ലാസ്സുകൾ തുടർച്ചയായി കേൾക്കുവാനും അതിൻ്റെ പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാകുവാനും നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.